മധ്യ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ പുതിയ നീക്കങ്ങളുമായി CPM. കോട്ടയം ജില്ലയിൽ CPM മത്സരിക്കുന്ന സീറ്റുകളിൽ മാറ്റം വരുത്താൻ സാധ്യത. ഏറ്റുമാനൂർ സീറ്റ് മാണി വിഭാഗത്തിന് വിട്ടു നൽകി പിറവം സീറ്റിൽ CPM മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏറ്റുമാനൂരിൽ VN വാസവന്റെ പ്രവർത്തനത്തിൽ പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നതാണ് പ്രധാന കാരണം. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും മുൻ MLA സുരേഷ് കുറുപ്പിന്റെ നിലവാരത്തിലേക്ക് വാസവൻ എത്തിയിട്ടില്ല എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ജില്ലയിൽ നിന്നുള്ള ഏക CPM MLA ആണ് വാസവൻ. ഇനി അഥവാ CPM ആണ് മത്സരിക്കുന്നതെങ്കിൽ സുരേഷ് കുറുപ്പ് തന്നെ വീണ്ടും മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു വിഭാഗവും പാർട്ടിയിലുണ്ട്. അതല്ലെങ്കിൽ CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ മത്സരിക്കണമെന്നാണ് ഈ വിഭാഗം ആവശ്യപ്പെടുന്നത്. 2021 വരെ വാസവൻ പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി, പിന്നീട് ഏറ്റുമാനൂർ മത്സരിച്ച് ജയിച്ചുവെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ കടിഞ്ഞാൻ വാസവന്റെ കയ്യിൽ തന്നെയായിരുന്നു. പുതുപ്പള്ളി, പാല, കടുത്തുരുത്തി, കോട്ടയം എന്നീ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരുന്നു. അതിൽ പാലായിലും കടുത്തുരുത്തിയിലും വാസവന്റെ നേതൃത്വത്തിൽ കാലുവാരൽ നടന്നു എന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത് വാസവന് പാർട്ടിക്കുള്ളിൽ തന്നെ അവമതിപ്പുളവാക്കിയിരുന്നു. CPM നേരിട്ട് നടത്തിയ അന്വേഷണത്തിലും ലഭിച്ചത് സമാനമായ റിപ്പോർട്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. പെരുമ്പാവൂർ സീറ്റിലെ തോൽവിക്ക് കാരണമായവരെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുകയും കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ പാലാ, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ പരാജയം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് അന്നു തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജെയ്ക്സി തോമസ് വളരെ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയത് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ പിടിപ്പുകേടാണ് എന്നാണ് പ്രധാന ആരോപണം ഉയർന്നത്. കൂടാതെ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയം നിലനിർത്താൻ കഴിയാതെ പോയതും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ വാസവന്റെ പിടിപ്പുകേടായാണ് വിലയിരുത്തപ്പെടുന്നത്. NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചതാണ് കോട്ടയത്തെ LDFന്റെ പരാജയത്തിന് വഴിവെച്ചത്. CPM വോട്ടുകൾ BDJSലേക്ക് പോകുന്നത് തടയാൻ വാസവൻ ശ്രമിച്ചില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. അടുത്ത ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് പ്രശ്നങ്ങളെല്ലാം തീർത്ത ജില്ലയിൽ മൊത്തം വിജയം വരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നണി നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം.